സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വയനാട്ടിലെ കാട്ടാനയെ മയക്കുവെടിവെക്കാൻ നീക്കം, ഉത്തരവ് നൽകിയെന്ന് വനം മന്ത്രി. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അറുമുഖന്റെ പോസ്റ്റ്മോർട്ടം പുരോഗമിക്കുന്നു. വർക്കല ശ്രീനാരായണ മിഷൻ ഹോസ്പിറ്റലിൽ തീപിടുത്തം, നെറ്റ്വർക്കിംഗ് കേബിളുകളും ഇലക്ട്രിക് ഉപകരണങ്ങളും കത്തി നശിച്ചു. ആളപായമില്ല. മലിനജല കൂമ്പാരമായി മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞു. മലിനജലം ഒഴുകുന്നത് റോഡിലൂടെ, പ്രതിഷേധവുമായി രോഗികൾ. ഉപ്പുവെള്ളം കയറി തെങ്ങ് കൃഷി നശിക്കുന്നു. കാസർകോട് ഓർച്ചയിൽ കർഷകന് കഷ്ടകാലം, കലക്ടർക്ക് നിവേദനം നൽകി നാട്ടുകാർ. കോട്ടിക്കുളം റെയിൽവേ ഓവർ ബ്രിഡ്ജ് നിർമ്മാണത്തിൽ അനിശ്ചിതത്വം ഒഴിയുന്നു. നിർമ്മാണം ഉടൻ തുടങ്ങുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. നിർമ്മാണത്തിൽ അനിശ്ചിതത്വം റിപ്പോർട്ട് ചെയ്തത് ന്യൂസ് 18. വിശദമായി നോക്കാം. വയനാട് എരുമക്കൊല്ലിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അറുമുഖന്റെ പോസ്റ്റ്മോർട്ടം പുരോഗമിക്കുന്നു. മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് നാട്ടുകാർ. ഇതിനായി കുങ്കിയാനകളെ എത്തിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയുടെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞു. മലിനജലം റോഡിലൂടെ ഒഴുകുന്നത് ജനങ്ങൾക്ക് ദുരിതമാകുന്നു. ആശുപത്രിയുടെ പ്രധാന കവാടത്തിലൂടെയാണ് 2 ദിവസമായി മലിനജലം പുറത്തേക്ക് ഒഴുകുന്നത്. ദിവസേന 1000-ലധികം രോഗികളാണ് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്ന് മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ എത്തുന്നത്. സെപ്റ്റിക് ടാങ്കിൽ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുകിയതോടെ ദുസ്സഹമായ ദുർഗന്ധവും മലിനമായ പരിസരവും രോഗികൾക്കും കൂടെ എത്തുന്നവർക്കും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. ആശുപത്രിയുടെ പ്രധാന കവാടത്തിന് സമീപത്തായി സ്ഥാപിച്ചിരിക്കുന്ന സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞാണ് മലിനജലം പുറത്തേക്ക് ഒഴുകുന്നത്. ഒഴുകിയെത്തുന്ന മലിനജലം റോഡിലൂടെ കിലോമീറ്ററുകളോളം ദൂരത്തിലൊഴുകി ചുറ്റുപാടും പരക്കുന്ന സാഹചര്യവുമുണ്ട്. കൊച്ചുകുട്ടികളുമായി എത്തുന്നവർ വരെ വലിയ ദുരിതമാണ് ഇവിടെ അനുഭവിക്കുന്നത്. സെപ്റ്റിക് ടാങ്ക് ഓവർഫ്ലോ ആയിട്ടാണ് ഈ വെള്ളം പോയിക്കൊണ്ടിരിക്കണേ. അതിഭയങ്കര മണ. ഇപ്പൊ പുഴ ഒഴുകുമെണ്ണ ഒഴുകണേ. കഴിഞ്ഞ ഓണം ഇങ്ങനെ വന്നതാ. വന്നു കഴിഞ്ഞപ്പോ ഞാൻ ജിനുവിനെ വിളിച്ചു പറഞ്ഞു. ജിനു വിളിച്ചാൽ ഒരു ചെറിയ പരിഹാരം ഉണ്ടാക്കി. അതിപ്പോ മഴയൊക്കെ ആയിക്കഴിഞ്ഞപ്പോ ഭയങ്കരമായി ഓവർഫ്ലോ. എന്ത് മണ, പുഴുവൊക്കെ വരുവാണ്. വാഹനങ്ങൾ പോകുമ്പോൾ കാൽനട യാത്രക്കാരുടെ ദേഹത്ത് മലിനജലം പതിക്കുന്നത് പതിവ് കാഴ്ചയായി മാറിയിരിക്കുന്നു. സമീപത്തെ ഓട്ടോ സ്റ്റാൻഡുകളിൽ ഉള്ളവർക്ക് വരെ ദുരിതം സൃഷ്ടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി ഇത്തരത്തിൽ മലിനജലം പുറത്തേക്ക് ഒഴുകുന്നുണ്ട്. രോഗികളായി എത്തുന്നവരെ വീണ്ടും രോഗികളാക്കി മാറ്റുന്ന സമീപനത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ന്യൂസ് 18 മൂവാറ്റുപുഴ. കാസർകോട് ഓർച്ചയിൽ പുഴവെള്ളം കയറി തെങ്ങുകൾക്ക് വ്യാപക നാശം. ഉപ്പുവെള്ളം കയറിയതുമൂലം തെങ്ങുകൾ ഉണങ്ങി വീഴുകയാണ്. 100-ലേറെ വീടുകളുള്ള പ്രദേശം ഉപ്പുവെള്ള ഭീഷണിയിലായിട്ട് മാസങ്ങളായി. നീലേശ്വരം നഗരസഭയിലെ ഓർച്ച പ്രദേശം ഉപ്പുവെള്ള ഭീഷണിയിലായിട്ട് മാസങ്ങളായി. പുഴയിൽ നിന്നുള്ള ഉപ്പുവെള്ളം കയറി പ്രദേശത്ത് വലിയ നാശമാണ് ഉണ്ടായിട്ടുള്ളത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ പുഴവെള്ളം പറമ്പുകളിലേക്ക് എത്താൻ തുടങ്ങിയതോടെ തെങ്ങുകൾ കരിഞ്ഞുണങ്ങി. നാളികേരം മുഖ്യ വരുമാന മാർഗമാക്കി ജീവിക്കുന്ന പ്രദേശത്തെ കുടുംബങ്ങളെ ഇത് സാരമായി ബാധിച്ചിരിക്കുകയാണ്. പറമ്പുകളിൽ പുഴവെള്ളം കെട്ടിക്കിടന്ന് തെങ്ങുകൾ ഉണങ്ങി വീഴുന്നതും കായ്ഫലം ഇല്ലാതാകുന്നതും പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നുണ്ട്. ഓർച്ച എന്ന ഗ്രാമം ഒരു താഴ്ന്ന പ്രദേശമാണ്. സാധാരണ ഉപ്പുവെള്ളം കയറാറുണ്ട്. മുൻകാലങ്ങളിൽ ബാവോടനുബന്ധിച്ചാണ് ഉപ്പുവെള്ളം കയറാറ്. ഇപ്പോഴത് അതിന് സമയം കാലമൊന്നുമില്ല, എന്നും ഉപ്പുവെള്ളമാണ്. അതുകൊണ്ട് തന്നെ കൃഷി ചെയ്യാനൊന്നും പറ്റുന്നില്ല. അതായത് പാലായി ഷട്ടർട്ടൺ ബ്രിഡ്ജ് അത് ഒരു പരിധിവരെ ഇതിനൊരു കാരണമാണ് എന്നാണ് ഞങ്ങളുടെ നിഗമനം. തെങ്ങുകൾക്ക് പുറമെ മറ്റു ഫലവൃക്ഷങ്ങളും പച്ചക്കറികളും നശിക്കുന്നുണ്ട്. സമീപ പ്രദേശങ്ങളായ കടിഞ്ഞിമൂല, പുറത്തേക്കായി തുടങ്ങിയ സ്ഥലങ്ങളും മാസങ്ങളായി ഈ ദുരിതം നേരിടുന്നുണ്ട്. പ്രദേശത്തെ തെങ്ങുകളിൽ ഭൂരിഭാഗവും മണ്ടപോയ അവസ്ഥയിലാണ്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകി നടപടികൾക്കായി കാത്തിരിക്കുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് 18 കാസർകോട്. വർക്കല ശ്രീനാരായണ മിഷൻ ഹോസ്പിറ്റലിൽ ഇലക്ട്രിക് റൂമിനുള്ളിൽ തീപിടുത്തം. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് കേബിളുകളും ഇലക്ട്രിക് ഉപകരണങ്ങളും കത്തിനശിച്ചു. 11 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. വിവരങ്ങളുമായി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ഈ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടുണ്ടോ? ആളപായമില്ല എന്ന് മനസ്സിലാക്കുന്നു. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്?
ഷംന, ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ഈ ആശുപത്രിയിൽ ഏറെ തിരക്കുള്ള സമയത്താണ് ആശങ്കപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായത്. ആശുപത്രിയുടെ 1-ാം നിലയിലാണ് ഈ ഇലക്ട്രിക് റൂം സ്ഥിതി ചെയ്തിരുന്നത്. ഇതിനകത്താണ് തീ ആളിപ്പടർന്നത്. ജീവനക്കാരാണ് ആദ്യം ഇത് കണ്ടത്. ജീവനക്കാർ അറിയിച്ചതിനനുസരിച്ച് ഫയർഫോഴ്സ് സ്ഥലത്തെത്തുകയും ഉടനടി തന്നെ ഈ തീ കെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആശുപത്രിയുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് തീ പടർന്നു പിടിച്ചില്ല എന്നുള്ളതാണ്. ഈ അതേ നിലയിൽ തന്നെ ആൾക്കാരെ രോഗികളെ കിടത്തി ചികിത്സിക്കുന്ന റൂമുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ OP റൂമുകളും സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. അവിടേക്കൊന്നും തീ പടരാതിരുന്നതും, പ്രത്യേകിച്ച് ഈ കേബിളുകൾ കണക്ട് ചെയ്യുന്ന റൂമായിരുന്നു ഇത്. കേബിളുകൾ വഴി തീ പടരാതിരുന്നതും വലിയ ദുരന്തമാണ് ഒഴിവാക്കിയതെന്ന് തന്നെ പറയാം. ഏകദേശം 5 ലക്ഷം രൂപയോളം നാശനഷ്ടം ഉള്ളതായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഈ റൂമിലുണ്ടായിരുന്ന കമ്പ്യൂട്ടറുകളും UPS നെറ്റ്വർക്കിംഗ് കേബിളുകൾ, മോഡം എന്നിവ ഉൾപ്പെടെ പൂർണ്ണമായും കത്തി നശിച്ച അവസ്ഥയിലാണ്. ഷോർട്ട് സർക്യൂട്ടാണ് ഇതിന്റെ, അല്ലെങ്കിൽ ആ റൂമിൽ ഉണ്ടായിരുന്ന ഉപകരണങ്ങളിൽ ഏതിലൊന്നുണ്ടായ ഒരു ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമായെന്നാണ് വിലയിരുത്തൽ. ശരി, അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റ് വാർത്തകൾ നോക്കാം. മധ്യവേനൽ അവധിക്കാലം ആരംഭിച്ചതോടെ പുത്തൻ ഉണർവിലാണ് ഇടുക്കിയിലെ ടൂറിസം മേഖല. അവധി ആഘോഷിക്കാനും വേനൽ ചൂടിൽ നിന്ന് ആശ്വാസം തേടിയും നിരവധി സഞ്ചാരികളാണ് ഹൈറേഞ്ചിന്റെ മല കയറിയെത്തുന്നത്. സഞ്ചാരികൾ കൂടുതലായി എത്തിത്തുടങ്ങിയതോടെ ജില്ലയിലെ ബോട്ടിംഗ് സെന്ററുകളും സജീവമായിരിക്കുകയാണ്. ഇടുക്കിയിലേക്ക് ഏറ്റവും അധികം സഞ്ചാരികൾ എത്തുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. ജില്ലയിലേക്ക് എത്തുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗവും ബോട്ടിംഗ് ആസ്വദിക്കാതെ മടങ്ങാറുമില്ല. ജില്ലയിലെ പ്രധാന ബോട്ടിംഗ് സെന്ററുകളായ ചെങ്കുളത്തും മാട്ടുപ്പെട്ടിയിലും തേക്കടിയിലും തിരക്ക് വർദ്ധിച്ചു വരികയാണ്. ஃப்ரெஷ் ஏர், அந்த தண்ணி எல்லாம் போடும்போது செம்ம ப்ரீஸ், நல்லா இருக்கு. சூப்பர் எக்ஸ்பீரியன்ஸ், சூப்பரா இருக்குங்க. போட்டிங் அவர் பண்றது செம்ம போட்டிங். அதே போல இந்த கேமரா வீடியோ எடுத்து கொடுக்கறதுக்கு ஹெல்ப் பண்ணது பக்காவாக பண்ணாங்க. மூணாறு நாங்கள் எக்ஸ்பெக்ட் பண்ணதை விட ரொம்ப நல்லா இருக்குது. கிளைமேட் நல்லா இருக்குது, க்ளீன்லினஸ், அந்த பிளேசஸ் எல்லாமே ரொம்ப சூப்பராக இருக்குது. ஸோ நாங்கள் ரொம்ப என்ஜாய் பண்ணோம். ஸோ ஃபேமிலியோட வந்தங்காட்டி நாங்கள் ஒரு ரிசார்ட்டில் ஸ்டே பண்ணிவிட்டு இந்த எல்லா டூரிஸ்ட் ஸ்பாட்லேயும் கொஞ்சம் வீக்கெண்டுங்காட்டி கொஞ்சம் க்ரௌடாக இருக்குது. பட் இருந்தாலும் എല്ലാ ഇടവും സൂപ്പറാണ്. ക്രിസ്മസ് അവധിക്കാലത്തിന് ശേഷം ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻതോതിൽ കുറവ് രേഖപ്പെടുത്തിയിരുന്നു. അവധിക്കാലത്ത് വീണ്ടും സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചതോടെ ടൂറിസം മേഖലയിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നവരും പ്രതീക്ഷയിലാണ്. മെയ് മാസം കൂടുതൽ സഞ്ചാരികൾ ജില്ലയിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 ഇടുക്കി. ആനച്ചാൽ തട്ടാത്തിമുക്കിൽ പള്ളിവാസൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹെറിറ്റേജ് സെന്റർ ഒരുങ്ങുന്നു. സാംസ്കാരിക ഗാലറിക്കൊപ്പം പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കേന്ദ്രം കൂടിയാണിത്. ആനച്ചാൽ 2-ാം മൈൽ റോഡരികിലാണ് സെന്റർ പണി കഴിപ്പിച്ചിട്ടുള്ളത്. മൂന്നാറിന്റെ പ്രവേശന കവാടമെന്ന നിലയിൽ പള്ളിവാസൽ പഞ്ചായത്തിന്റെ വിനോദസഞ്ചാര സാധ്യതകൾക്ക് കൂടുതൽ കരുത്തു പകരാൻ ലക്ഷ്യമിട്ടാണ് ആനച്ചാൽ തട്ടാത്തിമുക്കിൽ ഹെറിറ്റേജ് സെന്റർ ഒരുങ്ങുന്നത്. സെന്റർ തുറന്നു പ്രവർത്തിപ്പിക്കുന്നതിനായി അവസാന പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്ന് പള്ളിവാസൽ പഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രജീഷ് കുമാർ പറഞ്ഞു. ഇന്ത്യയിൽ അപൂർവമായി മാത്രമാണ്, ഏതാണ്ട് 1-2 സ്ഥലത്ത് മാത്രമാണ് ഈ ലോക്കൽ ഹെറിറ്റേജ് സെന്റർ ഉള്ളത്. അപ്പം അതുകൊണ്ട് പള്ളിവാസൽ പഞ്ചായത്തിൽ ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് തട്ടാത്തിമുക്കിൽ 2 നിലയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു ലോക്കൽ ഹെറിറ്റേജ് സെന്റർ നിർമ്മിച്ച് അത് പൂർത്തീകരിച്ചു. സാംസ്കാരിക ഗാലറിക്കൊപ്പം പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജന ഉൽപ്പന്നങ്ങളുടെ വിപണന കേന്ദ്രം കൂടി അടങ്ങുന്നതാണ് ഹെറിറ്റേജ് സെന്റർ. പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടും തനത് ഫണ്ടും വിനിയോഗിച്ച് 25 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് സെന്റർ യാഥാർത്ഥ്യമാക്കുന്നത്. ആനച്ചാൽ 2-ാം മൈൽ റോഡിനരികിലാണ് സെന്റർ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് 18 ഇടുക്കി. തണ്ണിമത്തൻ കൃഷിക്ക് ഗ്രാമീണ ശാക്തീകരണത്തിന്റെ പുതിയ അധ്യായം കുറിച്ചിരിക്കുകയാണ് കോതമംഗലത്തിന് സമീപം വാരിപ്പെട്ടിയിൽ. കുടുംബശ്രീയുടെയും വാരിപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ 50 സെന്റ് സ്ഥലത്താണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത്. ഒപ്പം പയർ ഉൾപ്പെടെയുള്ള മറ്റ് കൃഷികളും പരീക്ഷിച്ചിരുന്നു. എറണാകുളം കുടുംബശ്രീ ജില്ലാ മിഷൻ എല്ലാ DCSകളിലും തണ്ണിമത്തൻ കൃഷി ചെയ്യുക എന്ന നിർദ്ദേശത്തെ തുടർന്ന് ചെയർപേഴ്സൺ ധന്യ സന്തോഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി എന്നിവരുടെ നേതൃത്വത്തിൽ മെമ്പർമാരായ KM സെയ്ദ്, ദീപ ഷാജു, ഷജി ബസി, ജീവാംഗം മഞ്ജു ബൈജു എന്നിവർ ചേർന്നാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത്.
ജൈവ പച്ചക്കറി എന്ന പോലെ തന്നെ വിഷം കലരാത്ത പഴവർഗ്ഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ലക്ഷ്യത്തിൽ നടത്തിയ ഈ പദ്ധതിക്ക് കൃഷി ഓഫീസർ സൗമ്യയും സ്ഥലത്തിന്റെ ഉടമ ബേബിയും കുടുംബവും പൂർണ്ണ പിന്തുണ നൽകിയാണ് തണ്ണിമത്തൻ കൃഷി വിജയത്തിലെത്തിച്ചത്. 2.5 മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്ന കിരൺ വിഭാഗത്തിൽപ്പെട്ട തൈകളാണ് നട്ടത്. ആദ്യ വിളവെടുപ്പിൽ തന്നെ പ്രതീക്ഷിച്ചതിലും വിളവ് ലഭിച്ചു. വരും നാളുകളിൽ കുടുംബശ്രീയുമായി സഹകരിച്ചുകൊണ്ട് കൃഷി വിപുലമാക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി പറഞ്ഞു. ഈ പ്രദേശത്തുള്ള എല്ലാവരും തന്നെ എല്ലാ കർഷകരും അതിന് നല്ല രീതിയിൽ സഹകരിച്ചു. അതോടൊപ്പം തന്നെ കൃഷി ഓഫീസറുടെ നല്ലൊരു നിർദ്ദേശങ്ങളൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട് തന്നെ ഞങ്ങളോട് ഈ കൃഷി നടത്തുന്നതിനും വിജയിപ്പിക്കുന്നതിനും വളരെയധികം ആത്മാർത്ഥമായിട്ട് തന്നെ സഹകരിക്കുകയുണ്ടായി. ഇവിടെ കർഷകരുടെ ഒക്കെ ഉപദേശപ്രകാരവുമെല്ലാം തണ്ണിമത്തൻ കൃഷി ചെയ്യുകയും അതിന്റെ വിളവെടുപ്പ് ഇന്ന് നടക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ കുക്കുംബർ, പയറ്, നിരവധിയായ മറ്റ് കൃഷികളും ഇവർ ചെയ്യുന്നുണ്ട്. കുടുംബശ്രീയും ജനപ്രതിനിധികളും കൈകോർത്തൊരുക്കിയ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പിന് ഭരണസമിതി അംഗങ്ങളും നാട്ടുകാരും FPO അംഗങ്ങളും പങ്കെടുത്തു. വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് 18 കോതമംഗലം. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്ന പന്നിക്കോട് ലവ് ഷോർ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾ ചെയ്ത നെൽകൃഷിയിൽ ലഭിച്ചത് 100 മേനി വിളവാണ്. പഠന പ്രവർത്തനങ്ങൾക്ക് പുറമെ മറ്റ് നിരവധി പ്രവർത്തനങ്ങളും നടത്തിവരുന്ന ലവ് ഷോർ സ്പെഷ്യൽ സ്കൂളിൽ കുട്ടികൾക്ക് തൊഴിൽ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. നെൽകൃഷിയുടെ വിളവെടുപ്പ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു നിർവഹിച്ചു. മാസങ്ങൾക്ക് മുമ്പ് ചെറുവാടി പുഞ്ചപ്പാടത്തെ 3 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് നെൽകൃഷി ഇറക്കുമ്പോൾ ലവ് ഷോർ അധികൃതർ പോലും കരുതിയിരുന്നില്ല ഇത്ര മികച്ച വിളവ് ലഭിക്കുമെന്ന്. എന്നാൽ 3.5 മാസത്തിനിപ്പുറം വിളവെടുക്കാൻ എത്തിയപ്പോൾ പുഞ്ചപ്പാടം സുവർണവർണ്ണം അണിഞ്ഞു നിൽക്കുന്ന സന്തോഷത്തിലാണിവർ. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്ന പന്നിക്കോട് ലവ് ഷോർ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾ ചെയ്ത നെൽകൃഷിയിലാണ് 100 മേനി വിളവ് ലഭിച്ചത്. കൊയ്തെടുത്ത നെല്ല് വിവിധ ഉൽപ്പന്നങ്ങളാക്കി മാറ്റി കടകളിലെത്തിച്ച് വിൽപ്പന നടത്തുമെന്നും ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വിദ്യാർത്ഥികളുടെ പഠന ആവശ്യങ്ങൾക്കായി ചെലവഴിക്കുമെന്നും ലവ് ഷോർ മാനേജർ UA മുനീർ പറഞ്ഞു. ഇതിന്റെ എല്ലാ ലാഭവിഹിതവും ആ കുട്ടികൾക്കും ആ കുടുംബത്തിനും തന്നെ നൽകിക്കൊണ്ട് അവർക്കൊരു ആജീവനാന്ത സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പുതിയ പദ്ധതിയിലേക്ക് നാം കാലെടുത്ത് വെച്ചിട്ടുള്ളത്. നെൽകൃഷിയുടെ വിളവെടുപ്പ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു നിർവഹിച്ചു. ലവ് ഷോറിന്റെ ഈ പ്രവർത്തനം മാതൃകാപരമാണെന്ന് പ്രസിഡന്റ് പറഞ്ഞു. നമ്മുടെ മുൻപിലെത്തുന്ന അരി എന്ന ആഹാരം എങ്ങനെ അത് ഉൽപ്പാദിപ്പിക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ എന്നുള്ളത് നമുക്ക് കുട്ടികളിലേക്ക് എത്തിക്കുക, അവർക്കും അതിലേക്ക് ഒരു താല്പര്യം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രവർത്തനം ചെയ്തിട്ടുള്ളത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചേലപ്പുറത്ത്, പ്രസ് ക്ലബ് പ്രസിഡന്റ് C ഫസൽ ബാബു, കൃഷി അസിസ്റ്റന്റ് AP ബീന, PTA പ്രസിഡന്റ് ബംഗാളത്ത് അബ്ദുറഹ്മാൻ, മാനേജർ UA മുനീർ, ഹസൻകുട്ടി, U ആമിന, M ഷമീന, അസീസ് കാരക്കുറ്റി, CP നിയാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് 18 മുക്കം. പാലക്കാട് പട്ടാമ്പി പ്രാദേശിക കർഷക ഗവേഷണ കേന്ദ്രത്തിൽ 2 ഏക്കർ വിസ്തൃതിയിൽ ജലസംഭരണി നിർമ്മിക്കാൻ പദ്ധതി. ഇതിനായി 4 കോടി രൂപ ചെലവിൽ കുളം നിർമ്മിക്കുന്നതിന് തുടക്കമായി. കേന്ദ്രത്തിൽ വേനൽക്കാലത്ത് പ്രവർത്തനങ്ങൾക്കും കൃഷിക്കും നേരിടുന്ന പ്രതിസന്ധിക്ക് ഇതോടെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. കുളം കുഴിക്കൽ ആരംഭിച്ചപ്പോൾ തന്നെ വെള്ളം കണ്ട സന്തോഷത്തിലാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും. വേനൽക്കാലത്ത് നേരിടുന്ന വരൾച്ച പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങൾക്ക് പ്രതിസന്ധി സൃഷ്ടിക്കാറുണ്ട്. നെല്ല്, പച്ചക്കറി കൃഷി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇത് തടസ്സമായ സാഹചര്യത്തിലാണ് ജലസേചനം ഉറപ്പുവരുത്തുന്നതിന് കുളം നിർമ്മിക്കാൻ പദ്ധതി ആവിഷ്കരിച്ചത്. കടുത്ത വേനലിലും കേന്ദ്രത്തിലെ പ്രവർത്തികൾക്ക് ആവശ്യമായ വെള്ളം ലഭ്യമാക്കുന്നതിനായി 2 ഏക്കർ വിസ്തൃതിയിലുള്ള കുളമാണ് നിർമ്മിക്കുന്നത്. 4 കോടി രൂപയാണ് ചിലവിടുന്നത്. കുളത്തിന്റെ പ്രവർത്തികൾ ആരംഭിച്ചപ്പോൾ തന്നെ വെള്ളം കണ്ടു. മുഹമ്മദ് മൂസിൻ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. വളരെ സന്തോഷമുണ്ട്. കാരണം ഇത് യാഥാർത്ഥ്യമായാൽ ഒരു അത്യാവശ്യം ഏതാണ്ട് 2.5 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഈ തടാകം പോലെ വരുന്ന ഈ വലിയൊരു കുളം യാഥാർത്ഥ്യമാകുന്നത്. ഇതിന്റെ കൂടെ ഇറിഗേഷൻ സൗകര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വരും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് RIRS കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ റിസർച്ചിനും അതുപോലെ തന്നെ മറ്റു മേഖലകളിലൊക്കെ വലിയ സാധ്യത ഉണ്ടാവുകയും 100 വർഷത്തോടടുക്കുന്ന ഈ ഗവേഷണ കേന്ദ്രത്തിൽ മെച്ചപ്പെട്ട ജലവിതരണ ശൃംഖല ഉണ്ടാക്കണമെന്ന് ശാസ്ത്രജ്ഞന്മാരുടെയും ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. നെല്ലിലും പയറിലും ഉദ്യാന വിളകളിലും കേന്ദ്രത്തിന്റേതായ സംഭാവനകളുണ്ട്. മെച്ചപ്പെട്ടതും ഗുണനിലവാരം ഉറപ്പുള്ളതുമായ വിത്തുകൾക്കും നടീൽ വസ്തുക്കൾക്കുമായി കേരളത്തിലെമ്പാടുമുള്ള കർഷകർ ഈ കേന്ദ്രത്തെ ആശ്രയിക്കാറുണ്ട്. എന്നാൽ
ജലദൗർബല്യം കാരണം മതിയായ അളവിൽ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് കഴിയാറില്ല. ജലസേചന സൗകര്യം ലഭ്യമായാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതോടൊപ്പം പുഞ്ചകൃഷി ഉൾപ്പെടെയുള്ള പരീക്ഷണങ്ങളും കേന്ദ്രത്തിൽ നടപ്പാക്കാനാവും. ന്യൂസ് 18 പാലക്കാട്. കാസർകോട് കോട്ടിക്കുളം റെയിൽവേ ഓവർ ബ്രിഡ്ജ് നിർമ്മാണത്തിലെ അനിശ്ചിതത്വം ഒഴിയുന്നു. ഫ്ലൈ ഓവർ നിർമ്മാണം ഉടൻ തുടങ്ങുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഫ്ലൈ ഓവർ നിർമ്മാണത്തിലെ അനിശ്ചിതത്വം കഴിഞ്ഞ ദിവസം ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. 5 പഞ്ചായത്തിലെ ജനങ്ങളുടെ ദീർഘകാല ആവശ്യമാണ് കോട്ടിക്കുളത്ത് മേൽപ്പാലം എന്നത്. 25 വർഷങ്ങൾക്ക് മുമ്പ് പാലത്തിന് അനുമതിയായി. പക്ഷേ നിയമക്കുരുക്കിൽപ്പെട്ട് വൈകി. പാതയ്ക്ക് കുറുകെയുള്ള റെയിൽവേ സ്റ്റേഷനും ലെവൽ ക്രോസും വലിയ ഗതാഗതക്കുരുക്കിന് ഇടയാക്കുന്നുണ്ട്. പലപ്പോഴും ആംബുലൻസ്, ഫയർഫോഴ്സ് വാഹനങ്ങളടക്കം കുടുങ്ങിക്കിടക്കും. മേൽപ്പാലം യാഥാർത്ഥ്യമാക്കാൻ അടിയന്തര ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. അതിൽ ചെറിയ വിഷയങ്ങളുണ്ടായിരുന്നു. ധനകാര്യ വകുപ്പൊക്കെ ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ട് അത് പരിഹരിക്കാനുള്ള ഇടപെടലാണ് നടത്തുന്നത്. പരിഹാരം ഉണ്ടാക്കാനുള്ള ഇടപെടലാണ് നടത്തുന്നത്. രാജ്യാന്തര വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയ ബേക്കലിന്റെയും പരിസര പ്രദേശങ്ങളുടെയും സമഗ്ര വികസനത്തിന് വഴിവെച്ചേക്കാവുന്ന മേൽപ്പാല നിർമ്മാണം വൈകുന്നതിനെതിരെ പ്രദേശവാസികൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് ശക്തമായ പ്രക്ഷോഭ പാതയിലാണ്. വിശദമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിവേദനം ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ മന്ത്രിക്ക് സമർപ്പിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. പട്ടാമ്പി കുളപ്പുള്ളി പാത നവീകരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി ടൗണിലെ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കാൻ തീരുമാനം. പ്രവൃത്തി ആരംഭിച്ചാൽ മാസങ്ങളോളം റോഡ് ഗതാഗതം, കുടിവെള്ളവും തടസ്സപ്പെടാൻ സാധ്യതയെന്നാണ് നിഗമനം. പട്ടാമ്പി നിള ആശുപത്രി മുതൽ കുളപ്പുള്ളി IPT വരെയുള്ള ഭാഗം BMBC നിലവാരത്തിലുള്ള നവീകരണം പുരോഗമിക്കുകയാണ്. ഏകദേശം 75% പണി പൂർത്തിയായി. ഇനി പട്ടാമ്പി നഗരത്തിലാണ് പ്രവൃത്തി നടക്കാനുള്ളത്. പാലക്കാട്, ഗുരുവായൂർ, പെരുമ്പിലാവ്, പെരിന്തൽമണ്ണ സംസ്ഥാന പാതകൾ കടന്നു പോകുന്ന പ്രധാന ടൗണാണ് പട്ടാമ്പി. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി നഗരത്തിൽ മാസങ്ങളോളം പ്രവൃത്തി നടത്താനുള്ളതിനാൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് താലൂക്ക് ആസ്ഥാനത്ത് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം ചേർന്നു. 45 വർഷം പഴക്കമുള്ള പൈപ്പ് ലൈനാണ് പട്ടാമ്പിയിലുള്ളത്. ആ പൈപ്പ് ലൈൻ മാറ്റുക, പോസ്റ്റ് മാറ്റുക, അതുപോലെ ടൗണിലെ സ്ഥലം കയ്യേറ്റം ഒഴിപ്പിക്കുന്ന നടപടി ഏതാണ് പൂർത്തീകരിച്ചു. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് വർക്ക് ആരംഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പട്ടാമ്പി ടൗണിലേക്ക് വർക്ക് നടക്കുന്ന സമയത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും സ്വാഭാവികമായിട്ടുണ്ടാകും. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി കയ്യേറ്റം ഒഴിപ്പിക്കൽ ആദ്യഘട്ടം പൂർത്തിയായി. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കൽ, വൈദ്യുതി പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കൽ എന്നിവ പ്രധാനമായി നടപ്പാക്കേണ്ടതുണ്ട്. കിഫ്ബി ഫണ്ടിൽ നിന്ന് 85 കോടി രൂപ ചെലവഴിച്ചാണ് പട്ടാമ്പി നിള ആശുപത്രി മുതൽ കുളപ്പുള്ളി IPT കോളേജ് വരെയുള്ള ഭാഗം നവീകരിക്കുന്നത്. ന്യൂസ് 18 പട്ടാമ്പി. അക്ഷരമാണ് ലഹരി എന്ന സന്ദേശം പുതുതലമുറയിലേക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യവുമായി പുറത്തിറക്കുന്ന കയ്യെഴുത്ത് മാസികകൾ ശ്രദ്ധ നേടുന്നു. കൊട്ടാരക്കര പൊലിക്കാട് സ്വദേശിയും വിരമിച്ച പ്രഥമ അധ്യാപകനുമായിരുന്ന K. രാജൻ മാഷാണ് കയ്യെഴുത്ത് മാസികകൾ പുറത്തിറക്കുന്നത്. നല്ല വടിവൊത്ത കമനീയ അക്ഷരങ്ങളിലാണ് പിറവി എന്ന മാസികയിലെ രചനകൾ. രാജൻ മാഷിന്റെ മഷിപ്പേന തുമ്പിൽ മറ്റുള്ളവർ അയച്ചു നൽകിയ കലാസൃഷ്ടികൾ പകർത്തി എഴുതുമ്പോൾ ജീവൻ തുടിക്കുന്ന അക്ഷരങ്ങളായി മാറും. അച്ചടി പോലും മാറി നിൽക്കുന്ന ഈ കമനീയ അക്ഷരങ്ങൾ വായനക്കാരുടെ ഹൃദയത്തിൽ പുത്തൻ അനുഭവമാണ് തീർക്കുന്നത്. രചനകൾ മാത്രമല്ല, മാസികയുടെ മുഖചിത്രങ്ങളും ഇടച്ചിത്രങ്ങളും എല്ലാം വരയ്ക്കുന്നതും രാജൻ മാഷ് തന്നെ. എൻ്റെ പഴയ വീട് പുസ്തകപുര എന്ന ലേബലിൽ ഉദ്ഘാടനം ചെയ്ത് അറിയപ്പെട്ട് തുടങ്ങിയതിന് ശേഷം നമ്മുടെ കൊച്ചു കൊച്ചു എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കയ്യെഴുത്ത് മാസിക തുടങ്ങി. അത് ഇപ്പോൾ ഒരു വലിയ സംരംഭമായി. എല്ലാ ലോകരാജ്യങ്ങളിലുമുള്ള നമ്മുടെ മലയാളികൾ ഇതിനകത്ത് എഴുതുന്നവരുണ്ട്. ഇത് കഥകളി പോലെ തന്നെ ഒരു സങ്കരകലയാണ്. കാരണം ഇതിനകത്ത് എഴുതുന്നവരുണ്ട്, പിന്നെ എഴുതുന്നതിന് വേണ്ടി ഇഷ്ടംപോലെ പുസ്തകങ്ങൾ വായിക്കുന്നവരുണ്ട്, ഒരുപാട് റെഫർ ചെയ്യുന്നവരുണ്ട്, പിന്നെ ചിത്രവേല നടത്തുന്നവരുണ്ട്. കുട്ടികളൊക്കെ തന്നെ ഇതിനകത്ത് 5ാം ക്ലാസ്സുകാരൊക്കെ വരച്ച മുഖചിത്രങ്ങളും ഉണ്ട്, അകച്ചിത്രങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ട് നമ്മുടെ ഈ ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഉള്ള ആളുകൾക്ക് എഴുതി തുടങ്ങുന്നതിന് ഒരു പുതിയ മാർഗം തെളിച്ചിരിക്കുകയാണ് ഈ കയ്യെഴുത്ത് മാസികയിലൂടെ. വിദ്യാർത്ഥികൾ മുതൽ അറിയപ്പെടുന്ന എഴുത്തുകാരുടെയും രചനകളും പിറവി എന്ന കയ്യെഴുത്ത് മാസികയിലുണ്ട്. കഴിഞ്ഞ മെയ്യിലായിരുന്നു ആദ്യ ലക്കം പുറത്തിറക്കിയത്. തുടർച്ചയായി 11 മാസികകൾ വ്യത്യസ്ത രീതിയിൽ പുറത്തിറക്കാൻ സാധിച്ചതായും പിറവിയുടെ പ്രവർത്തകർ പറയുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രധാനമായും ഈ മുഖചിത്രങ്ങൾ വരയ്ക്കുന്നതും അകത്തെ
അകച്ചിത്രങ്ങൾ വരയ്ക്കുന്നതിനെല്ലാം പ്രധാനമായി സമയം ചെലവഴിക്കുന്നത് സാറ് തന്നെയാണ്. പിന്നെ സാറിൻ്റെ മകൾ നീരജ, അതുപോലെ നീരജ്, അവർ 2 മക്കളാണ്. അവരുടെ രണ്ടുപേർക്കും അവരുടെ പഠനം കഴിഞ്ഞ് കിട്ടുന്ന സമയങ്ങൾ മുഖചിത്രം വരയ്ക്കാനും മറ്റു ചിത്രങ്ങൾ വരയ്ക്കാനും ഇതൊന്ന് ക്രമീകരിക്കുന്നതിനുമൊക്കെ അവരും സാറിനോടൊപ്പം കൂടാറുണ്ട്. അതുപോലെ സാറിൻ്റെ വൈഫ് ടീച്ചറാണ്. ടീച്ചറും ഇതിനകത്ത് പല ലേഖനങ്ങളും പല സൃഷ്ടികളും അതിനകത്ത് ചെയ്യാറുണ്ട്. അതുപോലെ അമ്മു. അതുപോലെ ഇതിനകത്ത് വേറെ ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ പ്രായഭേദമന്യേ ഏറ്റവും ചെറിയ കുട്ടി മുതൽ ജോലിയിൽ നിന്ന് വിരമിച്ച അധ്യാപകർ ഉൾപ്പെടെയുള്ള പല മേഖലയിൽ നിന്ന് വിരമിച്ചവർക്കെല്ലാം അവർക്കെല്ലാവർക്കും അവരുടെ സർഗപ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരു വേദിയായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഗ്രാമീണ എഴുത്തുകാർക്ക് സർഗാത്മകത വളർത്തുവാനുള്ള അവസരം കൂടിയാണ് പിറവി മാസിക ഒരുക്കുന്നത്. ഓരോ ലക്കം കഴിയുന്തോറും എഴുത്തുകാരുടെ സർഗരചനകളുടെ നിലവാരം ഉയർന്നുകൊണ്ടിരിക്കുന്നതും മാസികയുടെ വളർച്ചയ്ക്ക് കാരണമാണ്. സോഷ്യൽ മീഡിയയിൽ കയ്യെഴുത്ത് മാസികയ്ക്ക് ലഭിക്കുന്ന സ്വീകാര്യതയിൽ ഗൾഫ്, ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ നിന്നും വളരെയധികം എഴുത്തുകാർ അവരുടെ രചനകൾ മാസികയിൽ ചേർക്കാൻ അയച്ചു തരാറുണ്ടെന്നും രാജമാഷ് പറയുന്നു. തന്റെ വീട് തന്നെ പുസ്തകപ്പുരയാക്കി മാറ്റിയ രാജമാഷ് കയ്യെഴുത്തു മാസികകളുടെ ലൈബ്രറി തീർക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. തിരുവനന്തപുരം മുതലപ്പുഴയിലെ മണൽ നീക്കം ഇന്ന് മുതൽ കാര്യക്ഷമമാകും. കണ്ണൂരിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്തിച്ചതോടെയാണ് ഡ്രഡ്ജിങ്ങിന് വേഗം വരുന്നത്. 130 മീറ്റർ നീളത്തിലായിരുന്നു നേരത്തെ മണൽത്തിട്ട രൂപം കൊണ്ടത്. കണ്ണൂരിൽ നിന്നുള്ള ചന്ദ്രഗിരി ഡ്രഡ്ജർ മുതലപ്പുഴയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയുള്ള പ്രവൃത്തി ഈ ഡ്രഡ്ജർ പൊഴിമുഖത്തേക്ക് എത്തിക്കുക എന്നതാണ്. ഇവിടെ അടിഞ്ഞുകൂടിയിട്ടുള്ള മണൽ പൂർണ്ണമായും നീക്കുക എന്ന ഒരു പ്രവർത്തനമാണ് അവശേഷിക്കുന്നത്. എന്നാൽ ഡ്രഡ്ജർ കയറുന്നതിന് വേണ്ടി ഒരു പാത ഒരുക്കുക, അതിന്റെ പ്രവൃത്തികൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. ഡ്രഡ്ജർ എത്തുന്നതോടുകൂടി മണൽ നീക്കം വളരെ വേഗത്തിലാകും. ഇപ്പോൾ ഒരു മിനി ഡ്രഡ്ജറിന്റെയും ഏതാണ്ട് 7ഓളം ഹിറ്റാച്ചികളുടെയും സഹായത്തോടെയാണ് ഇവിടെ മണൽ മാറ്റുന്നത്. ഇപ്പോഴുള്ള മിനി ഡ്രഡ്ജറിന്റെ ശേഷി ഒരു ദിവസം 1000 ക്യൂബിക് മീറ്റർ മണ്ണ് മാറ്റുക, അങ്ങനെ ഒരു കരുത്തുള്ള മിനി ഡ്രഡ്ജറാണുള്ളത്. എന്നാൽ ഈ ഡ്രഡ്ജർ വരുന്നതോടുകൂടി മണിക്കൂറിൽ 400 ക്യൂബിക് മീറ്റർ മണൽ നീക്കം ചെയ്യാൻ കഴിയും. 10 മീറ്റർ വരെ ഡ്രാഫ്റ്റ് ഡെപ്തിൽ മണ്ണ് എടുക്കാൻ പറ്റും. 400 MQ/h മണ്ണ് മാറ്റാൻ പറ്റും. ഇപ്പം നമ്മൾ കിടക്കുന്ന ഡ്രഡ്ജർ അതിന്റെ പകുതിയുള്ളൂ, 150-200 MQ ആണ് ഒരു മണിക്കൂർ മാറ്റുന്നത്. അപ്പോൾ ഈ ഡ്രഡ്ജിന് അതിന്റെ ഇരട്ടിക്കുള്ളിൽ കപ്പാസിറ്റി ഉള്ള ഡ്രഡ്ജറാണ്. അതിന്റെ പൈപ്പ് ലൈൻ സെറ്റ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ഇതിന്റെ പൈപ്പ് ലൈൻ സെറ്റ് പോലും മാനുവലായിട്ട് ചെയ്യാൻ പറ്റില്ല, ക്രെയിൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. വലിയ പൈപ്പ് ലൈനാണ്. അതിന്റെ പൈപ്പ് ലൈൻ ഡെലിവറി എന്ന് പറയുന്നത് 450 mm 45 സെന്റിമീറ്റർ ആയ. അപ്പോൾ നമ്മളിവിടെ കിടക്കുന്നത് 30 സെന്റിമീറ്ററാണ്. അപ്പോൾ അതിന്റെ കൂടുതൽ ഡിസ്ചാർജ് ഉണ്ടാകും. അതുകൊണ്ട് നമുക്കൊരു മെയ് 15 ആകുമ്പോഴത്തേക്ക് ഈ വർക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നും മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധം മുതലപ്പുഴയിൽ ഉണ്ടായിരുന്നു. ഇവിടെ മണൽ നീക്കം വൈകുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ഈ നീക്കുന്ന മണൽ എവിടേക്ക് മാറ്റും എന്നതടക്കമുള്ള കാര്യങ്ങൾ. മറ്റൊന്ന്, ഈ പൊഴിമുഖത്ത് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന പ്രശ്നം, അത് ഈ ടെട്രാപോഡുകളും കരിങ്കല്ലുകളും ഇതിനുള്ളിലേക്ക് വീഴുന്ന സാഹചര്യം. നേരത്തെ തിരയടിയിൽ പെടുന്ന വള്ളങ്ങൾ കല്ലുകളിൽ ഇടിച്ച് മറിയുകയും അവിടെ മരണങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. മണൽ മാറ്റുന്നതിനോടൊപ്പം തന്നെ ഇതിനടിയിലുള്ള കരിങ്കല്ലുകൾ കൂടി മാറ്റണം. അതിന് ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യം കൂടി മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സി വിനോദിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. കേരള സർവകലാശാലയുടെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കിയ കേസിൽ സിനിമാ പ്രവർത്തകൻ അറസ്റ്റിൽ. കൊല്ലം പള്ളിക്കൽ സ്വദേശി അനസ് സെയിനാണ് കണ്ടോൺമെന്റ് പോലീസിന്റെ പിടിയിലായത്. ഇയാളിൽ നിന്ന് സർവകലാശാലയുടെ നിരവധി വ്യാജ ബിരുദാനന്തര സർട്ടിഫിക്കറ്റുകൾ പിടിച്ചെടുത്തു. ഗൾഫിലെ ജോലിക്കായി പത്തനാപുരം സ്വദേശി പ്രവീൺ നോർക്കയിൽ സമർപ്പിച്ച ബിടെക് സർട്ടിഫിക്കറ്റാണ് അന്വേഷണത്തിലേക്ക് വഴി തുറന്നത്. സർട്ടിഫിക്കറ്റിൽ സംശയം തോന്നിയ നോർക്ക അധികൃതർ പരിശോധനയ്ക്കായി കേരള സർവകലാശാലയ്ക്ക് കൈമാറി. കൊല്ലം ട്രാവൻകൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിടെക് പാസ്സായി എന്നായിരുന്നു പ്രവീണിന്റെ അവകാശവാദം. ഇയാൾ കോളേജിൽ പഠിച്ചിരുന്നുവെന്നും എന്നാൽ കോഴ്സ് പൂർത്തിയാക്കിയിട്ടില്ലെന്നും പരിശോധനയിൽ വ്യക്തമായി. ഇതോടെയാണ് കന്റോൺമെന്റ് പോലീസ് അന്വേഷണം ഏറ്റെടുത്തത്. കോഴ്സ് സർട്ടിഫിക്കറ്റിനായി കോളേജിൽ ചെന്ന തനിക്ക് പള്ളിക്കൽ സ്വദേശിയായ യുവതിയാണ് ബിടെക് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് നൽകിയതെന്ന് പ്രവീൺ പോലീസിന് മൊഴി നൽകി. 2,68,000 രൂപയ്ക്കാണ് യുവതി പ്രവീണിന് സർട്ടിഫിക്കറ്റ് വിറ്റത്. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ അനസിന്റെ പങ്ക് വ്യക്തമായി. അനസാണ് ഇതിനു പിന്നിലെന്ന് യുവതി പോലീസിനെ അറിയിച്ചു. തിരുവനന്തപുരം പുന്നയ്ക്കാമുകളിലെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് ഇന്നലെ രാത്രി അനസിനെ കന്റോൺമെന്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പള്ളിക്കൽ സ്വദേശിയായ യുവതിയെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്.
എത്ര പേർക്ക് ഇവർ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചു നൽകി എന്നതിന്റെ പരിശോധനയിലാണ് പോലീസ്. ന്യൂസ് 18 തിരുവനന്തപുരം. കായിക രംഗത്ത് കേരളത്തിൽ നിന്നുള്ള കുട്ടികളുടെ എണ്ണം കുറയുന്നതായി ഒളിമ്പ്യൻ അഞ്ജു ബോബി ജോർജ് ന്യൂസ് 18നോട്. മാതാപിതാക്കൾ കുട്ടികളെ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കുട്ടികൾക്കിടയിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുന്നത് മറ്റ് കായിക പരിശീലനം ഇല്ലാത്തതുകൊണ്ടാണ്. സർക്കാർ കായിക മേഖലയ്ക്ക് കുറച്ചുകൂടി പരിഗണന നൽകണമെന്നും അഞ്ജു ബോബി ജോർജ് പറഞ്ഞു. അഞ്ജു ബോബി ജോർജ് ആണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. മാം, എങ്ങനെയുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ്? വളരെ പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഇന്ന് ചെയ്തത്. കാരണം ഇത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്സിനുള്ള ഫൈനൽ ട്രയലാണ്. അപ്പോൾ ആ ഒരു ലെവലിലുള്ള കോമ്പറ്റീഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അത്ലീറ്റ്സിന് വേണ്ട ലെവലിൽ അത്ലീറ്റ്സ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് വേണ്ട രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് ഒരു കോച്ചിങ് കൊടുക്കാൻ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യം കുറവാണെന്ന് തോന്നുന്നുണ്ടോ? നാഷണൽ ലെവലിലുള്ള അത്ലീറ്റ്സിന് അവരവരുടേതായ രീതിയിൽ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് പോയിക്കോളും, വേറെ അക്കാഡമികളിലോ വേറെ സ്റ്റേറ്റിലൊക്കെ. പക്ഷെ വളർന്നു വരുന്ന താരങ്ങൾക്ക് ഇന്നത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ കേരളത്തിൽ ട്രെയിനിങ് ചെയ്യാൻ വളരെ പാടാണ്. കാരണം ഒരു പ്രോപ്പർ ട്രെയിനിങ് ട്രാക്ക് പല സ്കൂളുകൾക്കും ഇല്ല, പല കോളേജുകൾക്കും ഇല്ല. അവിടെയൊക്കെ കെട്ടിടങ്ങൾ വളർന്നു കളയും. കോഴിക്കോട് കിണർ വൃത്തിയാക്കാൻ ഇറങ്ങി കുടുങ്ങിയയാളെ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി. കാരശ്ശേരി പഞ്ചായത്തിലെ പഞ്ചായത്ത് കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയ മുരിങ്ങമ്പറ്റ തടയ സ്വദേശി ഷാജിയാണ് കിണറ്റിൽ കുടുങ്ങിയത്. രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. തുടർന്ന് അഗ്നിരക്ഷാസേന എത്തി റെസ്ക്യൂ നെറ്റ് ഉപയോഗിച്ച് ഇയാളെ പുറത്തെടുക്കുകയായിരുന്നു. കൊല്ലം പിറവന്തൂരിൽ നടപ്പാലം തകർന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പരിക്ക്. കിഴക്കേമുറി വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത്. ബിന്ദു, അമ്പിളി, രാജി, ഉഷ, ബിന്ദു, സത്യഭാമ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പുരയിടത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് നടപ്പാലം തകർന്ന് 15 അടി താഴ്ചയുള്ള തോട്ടിലേക്ക് വീണത്. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 9,005 രൂപ, പവന് 72,040 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 7,460 രൂപ, പവന് 59,680 രൂപ. വെള്ളി ഗ്രാം 110 രൂപ, കിലോയ്ക്ക് 11,000 രൂപ. 1 ലക്ഷം രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. നാട്ടുവർത്താനം പൂർണ്ണമാകുന്നു.